വിജയകുമാർ. ബംഗളൂരു അപ്പാർട്ട്മെന്റ് കൊലപാതക കേസിലെ പ്രതി ആരവ് പിടിയിലായത് കർണാടകയിൽ നിന്ന് എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ദേവനഹള്ളിയിൽ നിന്ന് പിടികൂടി എന്നാണ് കർണാടക പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. കർണാടകയിൽ നിന്ന് വാരാണസി വരെ എത്തി തിരികെ വരുമ്പോഴായിരുന്നു പ്രതി പിടിയിലായത്. കൊലപാതകത്തിന് കാരണം വ്യക്തിവൈരാഗ്യം എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ആദ്യം കർണാടക പോലീസിന്റെ പ്രതികരണത്തിലേക്ക്. We found a dead body in service apartment in Indiranagar. We registered a case under 302 murder, and we proceeded with the investigation. We came to that he was moving from Raichur to Madhya Pradesh to Uttar Pradesh, and Uttar Pradesh to Varanasi, and from Varanasi, so he travelled back to Karnataka today at 4 o'clock. So we picked him from a place in Devanhalli. So we have taken him into custody and we are interrogating him. The formalities we are going to finish by tomorrow. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ഈ മലയാളിയാണ്, കണ്ണൂർ സ്വദേശിയാണ് ഈ പ്രതി ആരവ്. ഇയാൾ കേരളത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടില്ല, വാരാണസിയിലേക്ക് പോയി, അവിടുന്ന് തിരികെ വരുമ്പോൾ പിടികൂടി. എങ്ങനെ കൃത്യം നടത്തി, എന്തായിരുന്നു അയാൾ ആ കൃത്യത്തിന് അയാളെ പ്രേരിപ്പിച്ചത്? അത്തരം കാര്യങ്ങൾ ഈ രഹസ്യ കേന്ദ്രത്തിലെ ചോദ്യം ചെയ്യലിൽ ഇയാൾ വിശദീകരിക്കുന്നുണ്ടോ പ്രതി? വിജയകുമാർ, വളരെ രഹസ്യ സ്വഭാവത്തിലായിരുന്നു ആ ബംഗളൂരു പോലീസിന്റെ നീക്കങ്ങൾ ഈ കേസിൽ ഉണ്ടായിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രതിയെ ബംഗളൂരുവിൽ എത്തിക്കുന്നത് വരെ അതിൻ്റെ വിവരങ്ങൾ വളരെ രഹസ്യമായിട്ടാണ് പോലീസ് വെച്ചിരുന്നത്. ആ കാര്യങ്ങൾ പിന്നീട് DCP ഡെപ്യൂട്ടി കമ്മീഷണർ മാധ്യമങ്ങളെ വിളിച്ച് ആ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. അതിൽ പ്രതി നേരത്തെ പോലീസിന് ലഭിച്ച വിവരം അനുസരിച്ചുള്ള കാര്യങ്ങൾ ശരിയാണ്. അപ്പാർട്ട്മെന്റിൽ നിന്ന് 26-ാം തീയതി രാവിലെ ആ പ്രതി ഇറങ്ങുന്നു. അതിനുശേഷം മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ നിന്ന് റായ്ചൂറിലേക്കാണ് ആദ്യം പ്രതി ട്രെയിൻ മാർഗം പോകുന്നത്. ആന്ധ്ര ബോർഡറായിട്ടുള്ള റായ്ചൂറിലേക്ക് പോകുന്നു. പിന്നീട് അവിടുന്ന് മധ്യപ്രദേശിലേക്കും ഉത്തർപ്രദേശിലേക്കും ഒടുവിൽ വാരണാസി വരെ എത്തിയാണ് തിരിച്ച് ബംഗളൂരുവിലേക്ക് ഈ പ്രതി മടങ്ങിയത് എന്നതാണ് പോലീസ് കൃത്യമായി പറയുന്നത്. ഈ വിവരം പോലീസിന് ലഭിക്കുകയും ദേവനഹള്ളിയിൽ വെച്ച് പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു എന്നതാണ് DCP അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഘട്ടത്തിൽ പറയുകയും ചെയ്തത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നതാണ് പോലീസ് പറയുന്നത്. 6 മാസം മുമ്പാണ് ഡേറ്റിംഗ് ആപ്പ് വഴി ഇവർ പരിചയപ്പെടുന്നത്. അസം സ്വദേശിയായിട്ടുള്ള മായ ഗൊഗോയും കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആരവും തമ്മിൽ പരിചയപ്പെടുന്നത്. അതിനുശേഷം പലതവണയായി ഇവർ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. 23-ാം തീയതി ഈ ഇന്ദിരാനഗറിലെ അപ്പാർട്ട്മെന്റിൽ ഇവർ മുറിയെടുക്കുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിൽ, അതായത് ഇവരുടെ പ്രണയബന്ധത്തിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആ തർക്കമുണ്ടായിരുന്നു എന്ന കാര്യവും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ മാത്രമേ പ്രതി ഇപ്പോൾ നിലവിൽ പൂർത്തിയായിട്ടുള്ളൂ. ആ പ്രതിയെ ഇപ്പോൾ ബംഗളൂരുവിൽ തന്നെ പോലീസിന്റെ ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് പാർപ്പിച്ചിട്ടുള്ളത്. അവിടെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. അതിനുശേഷം നാളെ ഉൾപ്പെടെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് പോലീസ് പറയുന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം മനസ്സിലാക്കിയത് ഇവരുടെ ഈ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് മുൻകൂട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ആരവ് ഇത് കൊലപ്പെടുത്തണമെന്ന ഒരു പ്ലാനിങ്, ഒരു പ്രീ പ്ലാനിങ് ആരവിനുണ്ടായിരുന്നു. അത് ഓൺലൈൻ മാർഗം ഈ കയറും കത്തിയെല്ലാം ആരവ് ഓർഡർ ചെയ്ത് അത് മുറിയിൽ എത്തിച്ചതിന് ശേഷമാണ് ഈ കൃത്യം നടപ്പിലാക്കിയത് എന്ന കാര്യം പോലീസ് എന്തായാലും ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും കാരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ? ഈ ഇത്തരത്തിലൊരു പ്രണയബന്ധത്തിലുണ്ടായിരുന്ന തർക്കം മാത്രമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ബംഗളൂരുവിലെ ലോഡ്ജിലെ കൊലപാതകത്തിൽ പ്രതി പിടിയിലായിട്ടുണ്ട്. പ്രതിയെ വിശദമായി രഹസ്യ കേന്ദ്രത്തിലാണ് പ്രതിയെ ചോദ്യം ചെയ്യുന്നത്. മലയാളിയാണ് പ്രതി. അയാളെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയാണ്. അയാൾ ഇതിനോടകം കുറ്റസമ്മത മൊഴി നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് കൃത്യം നടത്തിയത്, അതിനുവേണ്ട കയറും മറ്റ് ആയുധങ്ങളും ഒക്കെ ഓൺലൈൻ വഴി വാങ്ങിയതിൻ്റെ വിവരങ്ങളടക്കം ഈ പ്രതി സമ്മതിച്ചിട്ടുണ്ട്. അയാളെ ഈ ബംഗളൂരുവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും ചോദ്യം ചെയ്യാനാണ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ